ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ദോശമാവൊക്കെ ബാക്കി ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കപ്പളവ് നിർബന്ധമൊന്നുമില്ല, 1.5 ഗ്ലാസ് ദോശമാവ് എടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുള്ള മാവ് തന്നെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾ ഉപ്പിട്ട മാവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. ഉപ്പില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി ബേക്കിംഗ് സോഡയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനൊരു ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1.5 ഗ്ലാസ് ദോശമാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 ഗ്ലാസ് മൈദ എടുക്കുക. മൈദ ഗോതമ്പോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടി ഉണ്ടാവില്ല, എന്നാൽ ഒരുപാട് ലൂസും ഉണ്ടാവില്ല. ആ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ മൈദ കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കട്ടയായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉൾഭാഗത്ത് പൊടി വേവാണ്ട കിടക്കും. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ജിലേബിയൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട് ദോശമാവിൽ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ ജിലേബിയൊന്നും ഉണ്ടാക്കണ അത്രയും സമയമൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് അടുപ്പത്ത് ഒരു പാത്രത്തിൽ ചൂടാക്കാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വരും. അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് നുള്ളിയിട്ട് എടുത്താൽ മതി. പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം കയ്യിലൊന്ന് തൊട്ടതിന് ശേഷം ഇതുപോലെ പിച്ചിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് സമയം ആവശ്യമില്ലാത്ത നല്ലൊരു ചായക്കടിയാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഒരു ദിവസം 2 ദിവസം ഇരുന്നാലും വലിയ കേടൊന്നും വരാത്ത നല്ലൊരു ചായക്കടിയാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഉഴുന്ന് ഇതൊക്കെ ഉള്ളത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ മൊത്തം മാറിപ്പോവും. എന്നാൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും വേണം. അതിന് നല്ലോണം തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മനസ്സിലാവും. അപ്പോൾ ദോശമാവൊക്കെ ബാക്കി വരുമ്പോൾ ഫ്രിഡ്ജിൽ തന്നെ തിരിച്ച് വെക്കുന്നവരുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വെക്കാണ്ട് ഇതുപോലെ ഈ ഒരു ചായക്കടി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ എല്ലാം ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് വേണമെങ്കിൽ പഞ്ചസാര പാനിയിലോ ശർക്കര പാനിയിലോ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഞാനിന്നിവിടെ ശർക്കര പാനിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ വെള്ള ശർക്കര ആയത് കാരണം തന്നെ കളർ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റാണ്, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ പഞ്ഞി പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിലോ അല്ലെങ്കിൽ ശർക്കരയുടെ പാനിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് നല്ല പോലെ തന്നെ ഈ പാനി കയറും. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാവും ഇതുണ്ടാവുക. അപ്പോൾ കുറച്ച് സമയം ചൂടുള്ള ശർക്കര പാനിയിലൊന്ന് കടത്തിയിട്ട് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ശർക്കര പാനിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഫ്ലേവറിന് വേണ്ടിയിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. കോരി മാറ്റിയതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ടിട്ടൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.